കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ. ആയുധവും പണവും നൽകി വളർത്തിയ US പോലും ധിക്കരിച്ചാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. US നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗാസ സമാധാന പദ്ധതിയെപ്പോലും വെല്ലുവിളിച്ച് ഗാസയിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്ന ഇസ്രായേൽ US വലിയ തലവേദനയാകുന്നു. അതിനിടെ ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതമായി ഗാസയിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലെ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന 100 മുതൽ 200 വരെ ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതമായി പോകാൻ അനുവദിക്കണമെന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗാസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിൻ്റെ 20 ദിന പദ്ധതിയുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഹമാസ് പോരാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിന് മുന്നോടിയായാണ് US നീക്കമെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. കിരിയത് ഗട്ടിലെ US നേതൃത്വത്തിലുള്ള സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെൻറ്ററിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പോരാളികൾ അവരുടെ ആയുധങ്ങൾ വച്ച് കീഴടങ്ങും. തുടർന്ന് അവരെ മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി പോകാൻ അനുവദിക്കുകയോ യെല്ലോ ലൈനിന് പടിഞ്ഞാറുള്ള ഹമാസ് നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങാൻ അനുവദിക്കുകയോ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായും തുർക്കിയുമായും അമേരിക്ക ചർച്ചകൾ നടത്തി വരികയാണെന്നും ഒരു മിഡിൽ ഈസ്റ്റ് നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഈ നിർദ്ദേശം പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ലെങ്കിലും എല്ലാ ഹമാസ് പ്രവർത്തകരെയും സ്വതന്ത്രമായി പോകാൻ അനുവദിക്കുന്നതിനെ അവർ എതിർക്കുന്നു. ഇസ്രായേലികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഇവരിൽ ചിലർ ഉത്തരവാദികളാണെന്നും അവരെ IDF കസ്റ്റഡിയിലെടുക്കേണ്ടി വരുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിയാൽ സമാധാനം ആഗ്രഹിക്കുന്ന ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ സന്നദ്ധരായ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം നൽകുമെന്നും US അറിയിച്ചു. സെപ്റ്റംബറിൽ വൈറ്റ് ഹൗസിൽ വെച്ച് ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം വാക്കാൽ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള കരാർ, വെടിനിർത്തൽ, IDF പിൻവലിക്കൽ, ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, മാനുഷിക സഹായം എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹമാസ് അംഗങ്ങൾക്ക് സുരക്ഷിതമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വിഷയം പരിഹരിക്കപ്പെട്ടില്ല. പകരം പരസ്യമായി നെതന്യാഹു കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഒളിച്ചിരിക്കുന്ന ഹമാസ് പോരാളികൾക്ക് ഇസ്രായേൽ സുരക്ഷിതമായ വഴി അനുവദിക്കില്ലെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇത് അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടാണ്.